ശ്രീ ലാൽകുമാർ, ഞാൻ നേരത്തെ താങ്കളോട് ചോദിച്ചത് ഇതൊരു കേരള പാക്കേജ് തന്നെയാണോ എന്നുള്ളതാണ്. കേരള പാക്കേജ് കൂടി ആകാം എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. അല്ല, രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്ന കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നതനായ നേതാവാണ്. അദ്ദേഹം അതല്ലേ പറയൂ. നോക്കൂ, നികേഷ് പറഞ്ഞതിനകത്തെ ഒരു പ്രശ്നം ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഒന്നാമത്തെ കാര്യം, ഞാൻ ഇന്നീ പറയുമ്പം കോൺഗ്രസ് പ്രവർത്തകർക്ക് അത്ര ഇഷ്ടപ്പെട്ടോളണമെന്നില്ല എൻ്റെ ഈ കോൺവെർസേഷൻ. ബിക്കോസ് ദേ ആർ ഇൻ എ ഹാപ്പി മൂഡ് ആൻഡ് ഐ എം ഗോയിങ് ടു ബി എ പാർട്ടി സ്പോയിലർ. അതിനൊരു ചാൻസ് ഉണ്ട്. അത് ഞാൻ ആദ്യം തന്നെ ഒന്ന് പറയുകയാണ്. നോക്കൂ, നികേഷ് പറഞ്ഞ വിഷയം എന്താണ്? നികേഷ് പറഞ്ഞൊരു പോയിന്റ്, പ്രിയങ്ക ഗാന്ധി വരുന്നു, ഇനിയും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് നികേഷിന്റെ വാദം. ആണല്ലോ. എന്റെ ചോദ്യം, 2019 19 സീറ്റ് LDF തോറ്റു. 2021 ഒരു ഷൈനിങ് കംബാക്ക് ആണ് യഥാർത്ഥത്തിൽ LDF നിയമസഭയിലേക്ക് നടത്തിയത്. ആ നിയമസഭയിൽ LDF 2021 തിരിച്ചു വരുമ്പം രാഹുൽ ഗാന്ധി വയനാട്ടിന് MP തന്നെ ആയിരുന്നല്ലോ അല്ലേ? 2019 ജയിച്ച രാഹുൽ ഗാന്ധി 2021 ഈ നാട്ടിൽ വയനാട്ടിൽ MP ആയിട്ടിരുന്ന സമയത്ത് തന്നെയാണല്ലോ LDF ജയിച്ചത്. സോ വാട്ട് ഡിഫറൻസ് ഇറ്റ് ഈസ് ഗോയിങ് ടു മേക്ക് ഇഫ് പ്രിയങ്ക ഗാന്ധി കംസ്? പ്രിയങ്ക ഗാന്ധി വന്നാൽ എന്ത് വ്യത്യാസം വരുത്തും എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഇത് രാഹുൽ ഇപ്പൊ തന്നെ പറയുന്നു, രമേശ് ചെന്നിത്തല വാക്കുകൾ എടുക്കുക. രമേശ് ചെന്നിത്തല പറയുന്നത് ടോളസ്റ്റ് ലീഡർ എന്ന് പറയുന്നത് അവർ കണക്കാക്കുന്നത്, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. അദ്ദേഹമാണ് പ്രതിപക്ഷ നേതാവാകാൻ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ അദ്ദേഹത്തിന്റെ ടാഗ് ലൈൻ എന്തായിരുന്നു? കേരളത്തിൽ വന്നപ്പം രാഹുൽ നോട്ട് ചെയ്യൂ, പ്രധാനമന്ത്രിക്ക് ഒരു വോട്ട് എന്നുള്ളതായിരുന്നു. ആ പ്രധാനമന്ത്രിക്ക് ഒരു വോട്ട് എന്ന് പറയുന്ന അന്തരീക്ഷത്തിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ വന്ന ആള് പിന്നെയും ഇവിടെ MP ആയി തുടരുന്ന സമയത്തും നമ്മൾ ജയിച്ചു. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന പ്രിയങ്ക വരുന്നു എന്നുള്ളതിനെ, ആ ഐഡിയയെ എക്സ്ട്രാപൊളേറ്റ് ചെയ്ത് സംസ്ഥാനത്തിലേക്കും അല്ലെങ്കിൽ ഈ പറയുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്കും കൊണ്ടുവെക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർക്കും മാധ്യമ സ്ഥാപനങ്ങൾക്കും കോൺഗ്രസിനും ഉണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിലും ചേലക്കര, പാലക്കാട്, വയനാട് ഉപതെരഞ്ഞെടുപ്പുകൾ വരികയാണ്. നോക്കൂ, നേരത്തെ ആ സാഹചര്യം ഉണ്ടായിരുന്നില്ല. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചു, ജയിച്ചു. അതിനുശേഷം ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ കാര്യങ്ങൾ, നമ്മുടെ ഭൂമികയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, ഇതൊക്കെ നമുക്കറിയാം. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരു 6 മാസത്തിനുള്ളിൽ 6 മാസത്തിനുള്ളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ, ചേലക്കരയിലും പാലക്കാട് നിയമസഭാ മണ്ഡലങ്ങളിലും. അപ്പോൾ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്യാണ്. 24-ന്റെ മധ്യത്തിൽ നിൽക്കുന്ന നമുക്ക് 6 മാസം കണക്കാക്കിയാൽ ഏതാണ്ട് ഡിസംബർ മാസത്തിനുള്ളിൽ ഉപതെരഞ്ഞെടുപ്പും വേണമല്ലോ. 25 മധ്യത്തോടുകൂടി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും വേണം. അപ്പോൾ ആ പൊളിറ്റിക്സ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകാൻ ഇത് ഉപകരിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഞാൻ സ്റ്റേറ്റ്മെന്റ് ഒന്നും നടത്തിയിട്ടില്ല, ചോദ്യമാണ്. അല്ല, അങ്ങനെയും ചോദിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ചേലക്കര രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആള് മന്ത്രിയായിരുന്ന് പ്രവർത്തിച്ച ഒരു പാരമ്പര്യം അവിടെ ഉണ്ട്. നോക്കൂ, നിങ്ങൾ പ്രിയങ്ക ഗാന്ധിയെ ചൂണ്ടിക്കാണിച്ചാൽ ചേലക്കര എന്ന് പറയുന്ന സ്ഥലത്തെ ഏറ്റവും സമുന്നതനായ നേതാവ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ സംസ്ഥാനത്തിന് കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ സംഭാവന, ആ മനുഷ്യൻ മന്ത്രിയായിരുന്ന ഒരു സ്ഥലത്താണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ ചുമ്മാതെ ഓഫ് ഹാൻഡ് ആയിട്ട് പോവുകയല്ല. അതാണോ? അല്ലല്ലോ. അങ്ങനെയാണെന്ന് നികേഷിന് പറയാൻ കഴിയുമോ? ഈ സംസ്ഥാനത്തെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആ മനുഷ്യസ്നേഹിയുടെ പ്രവർത്തനം മോശമാണെന്ന് പറയുമോ? ഈ 19 നമ്മളെല്ലാവരും തോറ്റപ്പോഴും രാധാകൃഷ്ണൻ ജയിച്ചു വിജയക്കുറി പാലിച്ച ആളല്ലേ? അപ്പൊ അതിനെ അങ്ങനെ ഞാൻ ഐ വിൽ ടേക്ക് ഇറ്റ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട്. താങ്കൾ പറഞ്ഞു ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ചോദ്യത്തിന് മാത്രമല്ലല്ലോ മറുപടി, എനിക്ക് ഇതിനെ പൊളിറ്റിക്കലി എനിക്ക് കൗണ്ടർ ചെയ്യണമല്ലോ. നോക്കൂ, പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക് വരുന്നു. അത് കോൺഗ്രസിന്റെ പൂർണ്ണമായ ചോയ്സാണ്. അതിനകത്ത് വേറെ ആർക്കും ഒരു ചോയ്സ് ഇല്ല. കാര്യം നമുക്കൊരു അഭിപ്രായം, ആ വിഷയത്തിൽ നമുക്കൊരു അഭിപ്രായം പറയാം എന്നല്ലാതെ നമുക്കതിനകത്തൊരു കടന്നു കയറി അഭിപ്രായം പറയേണ്ട കാര്യമില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താണ്? പ്രിയങ്ക ഗാന്ധി ആയിരുന്നു വാരണാസിയിൽ നിന്നിരുന്നതെങ്കിൽ നരേന്ദ്രമോദി തോറ്റേനെ. ഇത് പറഞ്ഞതാണ്. അത് വ്യക്തമായി നമ്മുടെ മുന്നിൽ ഓൺ റെക്കോർഡുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് കോൺഗ്രസിന്റെ ഒരു പ്രതിനിധി അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു പ്രവർത്തക, ഒരു നേതാവ് സംഘപരിവാറിനെതിരെയുള്ള പ്രവർത്തനത്തിൽ ആദ്യം മുന്നിട്ടിറങ്ങേണ്ടത് മോഡിയെ തോപ്പിക്കാനാണ്. നിങ്ങൾ വളരെ കോൺഫിഡന്റ് ആയിരുന്നു. രാഹുൽ ഗാന്ധി വാസ് വെരി കോൺഫിഡന്റ് വൈൽ ഹി വാസ് സേയിങ് ദാറ്റ് പ്രിയങ്ക ഗാന്ധി ഈസ് കേപ്പബിൾ ഇനഫ് ടു ഡിഫീറ്റ് നരേന്ദ്രമോദി ഡിഫീറ്റ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. 100% തോറ്റേനെന്ന് അദ്ദേഹം പറയുന്നു. അപ്പം യഥാർത്ഥത്തിൽ പ്രിയങ്ക ഗാന്ധി അവിടെ ആദ്യം തന്നെ മത്സരിക്കേണ്ട ആളല്ലേ? അങ്ങനെയല്ല. ഞാൻ അതിലേക്ക് വരാം. അതൊരു വേറൊരു തലത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. ശ്രീ ലാൽകുമാർ.
നികേഷ് കുമാർ.